ബി.ജെ.പി. സംസ്ഥാന ശില്പശാലയ്ക്ക് ഇന്ന് കോട്ടയത്ത് തുടക്കമാവുകയാണ്. നാഗമ്പടത്ത് ബി.ജെ.പി. ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ചേരുന്ന ശില്പശാല സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉദ്ഘാടനം ചെയ്യും. വിവരങ്ങളുമായി മിഥുൻ മുരളിയാണ് കോട്ടയത്ത് നിന്ന് ചേരുന്നത്. മിഥുൻ, രാജീവ് ചന്ദ്രശേഖറിൻ്റെ നേതൃത്വത്തിൽ പുതിയ ഒരു ടീം രൂപപ്പെട്ടതിന് ശേഷം അല്ലെങ്കിൽ പുതിയ സംസ്ഥാന സമിതിയെ പ്രഖ്യാപിച്ചതിന് ശേഷം നടക്കുന്ന ആദ്യ ശില്പശാലയാണിത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും അതിനുശേഷം അടുത്ത വർഷം നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനും സജ്ജമാകുക എന്നത് തന്നെയല്ലേ ഈ ശില്പശാലയുടെ പ്രധാനപ്പെട്ട അജണ്ട? മിഥുൻ. ഗൗതം, പ്രധാനപ്പെട്ട അജണ്ട ഗൗതം സൂചിപ്പിച്ചത് തന്നെയാണ്. 30 സംഘടനാ ജില്ലാ സെക്രട്ടറിമാരും ജനറൽ സെക്രട്ടറിമാരും എല്ലാം പങ്കെടുക്കുന്ന, പ്രഭാവരിമാരും അടക്കം പങ്കെടുക്കുന്ന ഒരു അതീവ പ്രാധാന്യമുള്ള ശില്പശാലയാണ് ഇന്ന് കോട്ടയത്ത് നടക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ചർച്ച തന്നെയാണ് പ്രധാനപ്പെട്ട അജണ്ട. ഇപ്പോൾ സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കും, നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പ് അതിൻ്റെ പ്രാഥമികഘട്ട പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ബൂത്ത് തലത്തിലുള്ള. ഇത് തന്നെയാണോ ഇന്നത്തെ ശില്പശാലയുടെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം? അതെ, അത് സംഘടനാപരമായിട്ടുള്ള ശില്പശാലയാണ്. വരാൻ പോകുന്ന മാസങ്ങളിൽ നടക്കാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേക്കുള്ള തയ്യാറെടുപ്പുകൾ, ആ തയ്യാറെടുപ്പുകൾക്ക് വേണ്ടിയിട്ടും അതിൻ്റെ വിലയിരുത്തലിനും വേണ്ടിയിട്ടുള്ള ശില്പശാലയാണ്. ജില്ലാ ജനറൽ സെക്രട്ടറിമാർ ഉപരിയുള്ളവർ ഈ ശില്പശാലയിൽ പങ്കെടുക്കുന്നുണ്ട്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വളരെയധികം പ്രാധാന്യത്തോടു കൂടിയാണ് പാർട്ടി കാണുന്നത്. അതുകൊണ്ട് തന്നെയും അഡ്വാൻസ് ആയിട്ട് അതിൻ്റെ പല കാര്യങ്ങളും ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. വാർഡ് തലത്തിലുള്ള കമ്മിറ്റികൾ രൂപീകരണം, ഗൃഹസമ്പർക്കം അടക്കമുള്ള നിരവധി കാര്യങ്ങൾ ചെയ്തു വരികയാണ്. അപ്പോൾ അതിൻ്റെ വിലയിരുത്തലുകളും മുമ്പോട്ടുള്ള റോഡ് മാപ്പും തയ്യാറാക്കാനും കൂടി വേണ്ടിയിട്ടാണ് ഈ ശില്പശാല. 1700 ബൂത്ത് തലത്തിൽ സ്ഥലങ്ങളിലും ബി.ജെ.പി. NDA സഖ്യം മത്സരിക്കുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ, അല്ലേ? തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അല്ല, 1700 അല്ല. കേരളത്തിലുള്ള അന്ന് ശ്രീ അമിത്ഷാജി പറഞ്ഞത് 21,000 വാർഡുകളുണ്ട് കേരളത്തിൽ. ആ 21,000 വാർഡുകളിലും ഇത്തവണ NDAയും ഭാരതീയ ജനതാ പാർട്ടിയും മത്സരിക്കുന്നതായിരിക്കും. ക്ഷമിക്കണം, പറഞ്ഞപ്പോൾ തെറ്റിപ്പോയതാ. പിന്നീടുള്ള ഇനിയിപ്പോൾ അടുത്ത ഘട്ടത്തിലുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ അതും ചർച്ചാ വിഷയമാണോ, അജണ്ടയിലുണ്ട്? അല്ല, ഇപ്പോൾ നമ്മുടെ ഫോക്കസ് മിഷൻ 2025 ആണ്. അതുകൊണ്ടാണ് ഇപ്പം എല്ലായിടത്തും മിഷൻ 2025 എന്ന് എഴുതിയിട്ടുള്ളത്. നമ്മുടെ ഇപ്പോഴത്തെ ഫസ്റ്റ് ഫോക്കസ് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പാണ്. അതിലൊരു വലിയ വിജയമായിരിക്കും നമ്മളെ നിയമസഭയിലേക്ക് നയിക്കുന്നത്. ബൂത്ത് തലത്തിലുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്. ഇപ്പോൾ ഈ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതടക്കമുള്ള ഒരു വാർഡ് തലത്തിൽ എത്ര പുതിയ വോട്ടർമാരെ ചേർക്കണം എന്നുള്ള കാര്യങ്ങളിലൊക്കെ എന്താണ് ഇപ്പോൾ നിലവിൽ നമ്മുടെ ബി.ജെ.പി. സ്വീകരിച്ചിരിക്കുന്ന കാര്യങ്ങൾ? ഞാൻ അതിൻ്റെ കണക്കുകളൊന്നും പറയുന്നില്ല. എന്നിരുന്നാൽ പോലും വോട്ട് ചേർക്കുന്ന പ്രക്രിയ അടക്കമുള്ള നിരവധി കാര്യങ്ങൾ താഴെത്തട്ടിൽ ആരംഭിക്കാൻ വേണ്ടിയിട്ടുള്ള വർക്ക് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വാർഡ് തലത്തിൽ ടീമുകൾ രൂപീകരിച്ച് നല്ല രീതിയിൽ വാർഡ് തലത്തിലുള്ള പ്രവർത്തനം ഏകോപിപ്പിക്കാനും സ്ട്രെങ്തൻ ചെയ്യാനുമുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു വരികയാണ്. വിശദമായി തന്നെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച അതുതന്നെയാണ് ഇന്നത്തെ ഈ ഏകദിന ശില്പശാലയുടെ പ്രധാനപ്പെട്ട അജണ്ട വിഷയം. വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് പരമാവധി മുന്നേറ്റം കേരളത്തിൽ സാധ്യമാക്കുന്നതിനാവശ്യമായിട്ടുള്ള മുന്നൊരുക്കങ്ങൾ, വിലയിരുത്തലുകൾ, അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളാണ് ഇന്ന് മുഴുവൻ 30 സംഘടനാ ജില്ലകളിൽ നിന്നുള്ള അധ്യക്ഷന്മാരും ഒപ്പം തന്നെ പ്രഭാരിമാരും സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരും അടക്കമുള്ള സംഘടനാ പ്രതിനിധികൾ ചേർന്നുകൊണ്ട് ഇന്ന് കോട്ടയത്ത് ഈ യോഗം നടക്കുന്നത്. ഈ യോഗവുമായി ബന്ധപ്പെട്ടുള്ള സംഘടനാ പ്രതിനിധികൾ, ജില്ലാ അധ്യക്ഷന്മാർ, മറ്റ് പ്രഭാരിമാർ അടക്കമുള്ള ആളുകൾ ഇപ്പോൾ കോട്ടയത്തെ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് എത്തിച്ചേരുന്നു. രാവിലെ 11 മണിക്ക് തന്നെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഈ ഏകദിന ശില്പശാലയ്ക്ക് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് തുടക്കം കുറിക്കും. പിന്നീട് വിശദമായിട്ടുള്ള ചർച്ചകളാണ് ഇന്ന് പകൽ കോട്ടയത്ത് നടക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പരമാവധി മുന്നേറ്റം സാധ്യമാക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. ഈ കാര്യം പ്രധാന പരിഗണനയായി നിശ്ചയിച്ചുകൊണ്ടാണ് പ്രഭാരിമാരും സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരും അടക്കം സംസ്ഥാന പ്രതിനിധികളുമെല്ലാം അടങ്ങുന്ന ഈ യോഗം ഇന്ന് ഇവിടെ ചേരുന്നത്. അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായിരിക്കുന്നു. വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ജില്ലകളിൽ നിന്നുള്ള സംഘടനാ പ്രതിനിധികളെല്ലാം തന്നെ കോട്ടയത്തേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ യോഗ നടപടികൾ അല്പസമയത്തിനുള്ളിൽ തന്നെ ആരംഭിക്കും. അതിനാവശ്യമായിട്ടുള്ള എല്ലാ നടപടികളും ആരംഭിച്ചിരിക്കുകയാണ് കോട്ടയത്തെ ജില്ലാ കമ്മിറ്റി ഓഫീസ്.